പിന്നെന്ന് പറയുമ്പോൾ റൗണ്ട് ചെയ്യാണ്, റൗണ്ട് റോബിൻ. ഓക്കെ, റൗണ്ട് റോബിൻ ഇസ് എ സിംപ്ലസ്റ്റ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് അൽഗോരിതം. ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്കെഡ്യൂളിംഗ് അൽഗോരിതമായിട്ട് റൗണ്ട് റോബിൻ അൽഗോരിതം അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ പറയാത്ത ഇപ്പം മൾട്ടി ടാസ്കിങ്ങിനൊക്കെ പറ്റും, പ്രയോറിറ്റി സ്കെഡ്യൂളിംഗ് ആണെങ്കിലും ഷോർട്ടസ്റ്റ് ജോബ് ആണെങ്കിലും ഒക്കെ പറ്റും എന്ന് പറഞ്ഞു. ബാച്ച് OSന് കൂടുതൽ പറ്റുന്നതാണ് നമ്മുടെ FCFS. ഇതുവരെ നമ്മൾ പല ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പഠിച്ചാണല്ലോ, ടൈം ഷെയറിങ്, മൾട്ടി യൂസർ. അപ്പോൾ അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അതിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അൽഗോരിതമാണ് റൗണ്ട് റോബിൻ സ്കെഡ്യൂളിംഗ്. ടൈം ഷെയറിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ, മൾട്ടി യൂസർ സിസ്റ്റത്തിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കെഡ്യൂളിംഗ് അൽഗോരിതമാണ് റൗണ്ട് റോബിൻ. ഓക്കെ, അപ്പോൾ റൗണ്ട് റോബിൻ എസ്പെഷ്യലി യൂസ്ഡ് ഫോർ ടൈം ഷെയറിങ് ആൻഡ് മൾട്ടി യൂസർ സിസ്റ്റം. അത് ഓർത്ത് വയ്ക്കണം. ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു റെസ്പോൺസ് ടൈം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് മെയിൻ റിക്വയർമെൻറ്റ് ഈസ് ടു പ്രൊവൈഡ് ഗുഡ് റെസ്പോൺസ് ടൈം ആൻഡ് ദ ഷെയർ ദ സിസ്റ്റം ഫെയർലി എമംഗ് ഓൾ യൂസേഴ്സ്. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ റിക്വയർമെൻറ്റ്. ഓക്കെ, ഇനി RR സ്കെഡ്യൂളിംഗ് അൽഗോരിതത്തിൽ എന്താ ചെയ്യുന്നത്? ഡിവൈഡ്സ് ദ CPU ടൈം ഇൻ ടു സ്ലൈസസ്. അതാണ് അതിൻ്റെ ടെക്നിക്ക്. RRൽ എന്ത് ചെയ്യുന്നു? CPU ടൈമിനെ സ്ലൈസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് 10 പ്രോസസ്സ് ഉണ്ടെങ്കിൽ 10 പേർക്കും ഈക്വലി ടൈം ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു, സ്ലൈസ് ചെയ്യുന്നു. 10 പ്രോസസ്സ് റെഡിയാണ്, അവർക്ക് 10 പേർക്കും 5 മില്ലി സെക്കൻഡ് ഈക്വലി ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ 10 മില്ലി സെക്കൻഡ് ഈക്വലി ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ടൈം സ്ലൈസ് ചെയ്യുന്നതിൻ്റെ റേഞ്ച് തൊട്ട് താഴെ പറയുന്നുണ്ട്. ദ ടൈം സ്ലൈസ് ഈസ് ജനറലി ഫ്രം 10 to 100 മില്ലി സെക്കൻഡ്. അപ്പോൾ ടൈം സ്ലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു മിനിമം ക്രൈറ്റീരിയ, മിനിമം മില്ലി സെക്കൻഡ് 10 ആണ് കേട്ടോ. 10 to 100 മില്ലി സെക്കൻഡ്സ് ആണ്. പക്ഷെ നമ്മൾ എക്സാമ്പിളിൽ ചിലപ്പോൾ അതിൽ ലോവസ്റ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് എളുപ്പത്തിന് നമ്മൾ ചെയ്യുന്നത്. ദ ടൈം സ്ലൈസ് ഈസ് ജനറലി ഫ്രം 10 to 100 മില്ലി സെക്കൻഡ്സ്. ഈച്ച് പ്രോസസ് ഇൻ ദ റെഡി ക്യൂ ഈസ് അലോട്ടഡ് എ യൂണിറ്റ് ടൈം സ്ലൈസ്. ഓരോ പ്രോസസ്സും, റെഡി ക്യൂവിലുള്ള ഓരോ പ്രോസസ്സിനും എന്താണ്, ഒരേ ടൈം സ്ലൈസ് തന്നെ അലോട്ട് ചെയ്യുന്നു. ദ CPU സ്കെഡ്യൂളർ ഗോസ് അറൗണ്ട് ദ റെഡി ക്യൂ ട്രീറ്റഡ് ആസ് എ സർക്കുലർ ക്യൂ. അതുകൊണ്ടാണ് ഇതിനെ റൗണ്ട് റോബിൻ എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഒരു സർക്കുലർ ക്യൂ പോലെയാണ്. സർക്കുലർ ക്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, ഇങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. P1, P2, P3, P4, P5 ഈ രീതിയിലാണ് സർക്കുലർ ക്യൂ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 10 മില്ലി സെക്കൻഡാണ് ടൈം സ്ലൈസെങ്കിൽ P1 10 മില്ലി സെക്കൻഡ് വർക്ക് ചെയ്യുന്നു, P2 10 മില്ലി സെക്കൻഡ് വർക്ക്. P1 10 മില്ലി സെക്കൻഡ് വർക്ക് ചെയ്ത ശേഷം P1 എന്ത് ചെയ്യുന്നു, പ്രീഎംപ്റ്റ് ചെയ്യുന്നു. P2 10 മില്ലി സെക്കൻഡ് വർക്ക് ചെയ്ത ശേഷം P2 പ്രീഎംപ്റ്റ് ചെയ്ത് P3 കയറ്റുന്നു. P3 10 മില്ലി സെക്കൻഡ് വർക്ക് ചെയ്ത ശേഷം P3 പ്രീഎംപ്റ്റ് ചെയ്ത് P4 കയറ്റുന്നു. P4 10 മില്ലി സെക്കൻഡ് വർക്ക് ചെയ്ത ശേഷം P4 പ്രീഎംപ്റ്റ് ചെയ്തിട്ട് P1 കയറുന്നു. അങ്ങനെ ആ രീതിയിൽ റൗണ്ട് ചെയ്യുവാണ്. അതിനെയാണ് റൗണ്ട് റോബിൻ എന്ന് പറയുന്നത്, സർക്കുലർ ക്യൂ. ഓക്കെ, but treated as circular queue, allotting the CPU to each process for one time slice. അപ്പോൾ ഇതിനകത്ത് ഒരു ഫിഗറൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു ഫിഗറാണ്. അതായത് പ്രോസസ്സ് ക്യൂവിൽ നിൽക്കുവാണ്. 2 3 4 5 2 പ്രോസസ്സറിനകത്ത് കയറി. ഓക്കെ നമ്പർ 1, യു ഹാവ് ഹാഡ് യുവർ ടേൺ, ഗെറ്റ് ടു ദ ബാക്ക് ഓഫ് ദ ക്യൂ നെക്സ്റ്റ്. അതായത് P2 കയറ്റാൻ പോവാണ്. P1 അതിനകത്ത് ഉണ്ടായിരുന്നു, കണ്ടോ. 1 2 3 4 5 ആണ്. 1 ഇറക്കി വിടുന്നു, അതാണ് പറയുന്നത്. പ്രൊസസ്സർ തീരുമാനിക്കുകയാണ്. 1 ഇറക്കി വിട്ടു, എന്നിട്ട് P2 കയറ്റാൻ പോകണം. അതാണ് ഓക്കെ നമ്പർ 1, യു ഹാവ് ഹാഡ് യുവർ ടേൺ, ഗെറ്റ് ടു ദ ബാക്ക് ഓഫ് ദ ക്യൂ. ക്യൂവിൻ്റെ പുറകിലേക്ക് പോകും. P1 എങ്ങോട്ടേക്ക് വരും, ഇപ്പുറത്ത് വരും. അതാണ് സർക്കുലർ ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 2 കയറുന്നു, അതിനുശേഷം 2 പുറകിലേക്ക് പോകും. അതിങ്ങനെ റൗണ്ട് ചെയ്യാണല്ലോ. 1 2 3 4 5 1 2 3 4 5 1 2 3 4 5. നെക്സ്റ്റ്
If the process is not completed within one time slice, it automatically goes to the end of the ready queue. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന ടൈം സ്ലൈസിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ്. ടൈം സ്ലൈസിനുള്ളിൽ P1 എന്ന പ്രോസസ്സ് പണി തീർന്നില്ല. അതുകൊണ്ടാണ് അതിനോട് എന്ത് പറഞ്ഞത് തിരിച്ച് പുറകിലേക്ക് പൊക്കോളാൻ, എൻഡ് ഓഫ് ദ റെഡി ക്യൂവിലേക്ക് പോകുന്നു. വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് അലോക്കേഷൻ. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു, അടുത്ത അലോക്കേഷനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഇൻ കേസ് എ പ്രോസസ് റിക്വയർസ് ലെസ് ദാൻ 1 ടൈംസ് ഇൻ ദ പ്രോസസ് ഇറ്റ്സെൽഫ് വിൽ റിലീസ് ദ CPU ആൻഡ് സ്കെഡ്യൂളർ വിൽ പ്രൊസീഡ് ടു ദ നെക്സ്റ്റ് പ്രോസസ് ഇൻ ദ റെഡി ക്യൂ. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇവിടെ CPU ഒരിക്കലും വെറുതെ ഇരിക്കില്ല. CPU അതായത് ഒരു പ്രോസസ്സിന് 5 മില്ലി സെക്കൻഡ് അലോട്ട് ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ 10 മില്ലി സെക്കൻഡ് അലോട്ട് ചെയ്ത് കൊടുത്തു. ആ 10 മില്ലി സെക്കൻഡ് ആ പ്രോസസ്സിന് വേണ്ടായിരുന്നു അതിൻ്റെ ടാസ്ക് തീർക്കാൻ. ഇപ്പോൾ 8 മില്ലി സെക്കൻഡിൽ തീർന്നു എന്നും പറഞ്ഞ് 2 മില്ലി സെക്കൻഡ് കൂടെ അതിൻ്റെ ആണെന്ന് പറഞ്ഞ് CPU അതിന് വേണ്ടി വെച്ചുകൊണ്ടിരിക്കില്ല. നമ്മളങ്ങനെയല്ലേ, നമ്മൾ മനുഷ്യൻ എങ്ങനെയാണ്, ഇനി 2 മിനിറ്റ് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കും അല്ലേ. പക്ഷെ ആ 2 മിനിറ്റും CPU എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അപ്പോൾ എന്താണ് അതിൻ്റെ ജോബ് തീരുമ്പോൾ അത് പറഞ്ഞിരിക്കുന്ന ടൈം സ്ലൈസിനുള്ളിൽ തീർന്നാലും തീർന്നു കഴിഞ്ഞാലും അതിനെ ഇറക്കി വിട്ടിട്ട് അടുത്ത ആളെ കയറ്റുന്നു. അതാണ് ഉദ്ദേശിച്ചത്. സ്കെഡ്യൂളർ എന്ത് ചെയ്യുന്നു, അതിനെ റിലീസ് ചെയ്തിട്ട് അടുത്ത ആളെ ക്യൂവിൽ നിന്ന് എടുക്കുന്നു. ദർഫോർ ദ RR അൽഗോരിതം ഈസ് പ്രീഎംപ്റ്റീവ്. അതാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച 2 പേരും 2 രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നവരായിരുന്നു, SJFും പ്രയോറിറ്റിയും. റൗണ്ട് റോബിൻ അൽഗോരിതം എന്ന് പറയുമ്പോൾ അത് പ്രീഎംപ്റ്റീവ് ആണ്, ഇത് നോൺ പ്രീഎംപ്റ്റീവ് അല്ല. കാരണം ഇതിൻ്റെ മെത്തേഡ് അങ്ങനെ തന്നെയാണ്. ടൈം സ്ലൈസ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോരുത്തർ കയറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അത് നോൺ പ്രീഎംപ്റ്റീവ് ആക്കാൻ ഒരു ചാൻസും ഇല്ലല്ലോ. 5 മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ 10 മില്ലി സെക്കൻഡ് ചെയ്യുമ്പോൾ ആ ആളെ പറഞ്ഞു വിടും, തീർന്നാലും തീർന്നില്ലേലും റെഡി ക്യൂവിൻ്റെ പുറകിലേക്ക്. സോ സിൻസ് നോ പ്രോസസ് ഈസ് അലൗഡ് ടു റൺ മോർ ദാൻ 1 ടൈം സ്ലൈസ്. ഓക്കെ, അതാണ് അതിൻ്റെ പ്രത്യേകത. വീണ്ടും വേറൊരു ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. റെഡി ക്യൂവിൽ P1, P3, P2, P1 പ്രീഎംഷൻ, അതായത് പ്രീഎംപ്റ്റ് ചെയ്തിട്ട് തിരിച്ച് പോയേക്കുന്നൊക്കെയാണ് കാണിച്ചിരുന്നത്. P1 CPU കയറി കംപ്ലീറ്റ് ചെയ്താൽ CPU പുറത്ത് പോകും, ഇല്ലെങ്കിൽ തിരിച്ച് ഇവിടെ വരും, റെഡി ക്യൂവിൻ്റെ പുറകിൽ വരും എന്നുള്ളതാണ്, എൻഡ് ഓഫ് ദ റെഡി ക്യൂവിൽ വരും എന്നുള്ളതാണ് ആ ഫിഗർ കാണിച്ചേക്കുന്നത്. റൗണ്ട് റോബിൻ സ്കെഡ്യൂളിംഗ് യൂസസ് എ സിസ്റ്റം റിസോഴ്സസ് ഈക്വലി. അപ്പോൾ ഈക്വലായിട്ട് ടൈം സ്ലൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ RR സ്കെഡ്യൂളിങ്ങിൽ റിസോഴ്സസും ഈക്വലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്മോൾ പ്രോസസ് മേ കംപ്ലീറ്റ് എക്സിക്യൂഷൻ സിംഗിൾ ടൈം സ്ലൈസ് ഗിവിങ് ഗുഡ് റെസ്പോൺസ് ടൈം. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒരുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഹൈ പ്രയോറിറ്റി എന്നോ ലോ പ്രയോറിറ്റി എന്നോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഷോർട്ടസ്റ്റ് ജോബുകൾക്ക് ആ പറഞ്ഞിരിക്കുന്ന ടൈം സ്ലൈസിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എക്സിക്യൂഷൻ റെസ്പോൺസ് ടൈമും ബെറ്റർ ആയിരിക്കും. ബട്ട് ലോങ്ങസ്റ്റ് പ്രോസസ്സ് ഒരുപാട് തവണ ക്യൂവിൽ കിടന്ന് കറങ്ങേണ്ടി വരും. ലോങ്ങർ പ്രോസസ്സസ് മേ ഹാവ് ടു യൂസ് സെവറൽ ടൈം സ്ലൈസസ് ആൻഡ് മേ ഫോഴ്സ്ഡ് ടു പാസ് ത്രൂ ദ റെഡി ക്യൂ എ നമ്പർ ഓഫ് ടൈംസ് ബിഫോർ കംപ്ലീഷൻ. അതാണ് ആ ക്യൂവിലൂടെ ഒരുപാട് ടൈംസ് പാസ് ചെയ്യേണ്ട എന്തിനു വേണ്ടിയിട്ട്, ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദി പ്രോസസ്സ്. ഓക്കെ, നെക്സ്റ്റ് റൗണ്ട് റോബിൻ സ്കെഡ്യൂളിങ്ങിന് നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. ഇപ്പോൾ ഇവിടെ 3 പ്രോസസ്സുകളാണ്, P1, P2, P3. ഇവിടെ പ്രയോറിറ്റിന്നോ ഒന്നുമില്ല, ഇവിടെ അറൈവൽ ടൈമോ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, അറൈവൽ ടൈം ഒന്നും നോക്കുന്നില്ല, വരുന്നതല്ല. റെഡി ക്യൂവിൽ ആരൊക്കെയുണ്ടോ അവർക്ക് ഈക്വലായിട്ട് ടൈം സ്ലൈസ് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ പ്രോസസ്സും ബേസ്റ്റ് ടൈമും മതി, ടൈം സ്ലൈസ് എത്രയാണെന്ന് എഴുതുക. അപ്പോൾ നമ്മൾ പറഞ്ഞ 10 to 100 മില്ലി സെക്കൻഡാണ് റേഞ്ച് എന്നാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ എപ്പോഴും നമുക്ക് എന്താ വേണമെങ്കിൽ കാണിക്കാം. ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ നമുക്ക് എളുപ്പത്തിന് ചെയ്യാനായിട്ട് 5 മില്ലി സെക്കൻഡാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഒരു എക്സാമ്പിൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കാമെന്ന് മാത്രം. അപ്പോൾ 0 എപ്പോഴും കാണിച്ചായിട്ട് ബിഗിൻ ചെയ്യുന്നത് 0 ആണ്. 3 പേർക്കും 5 വീതമാണ് വീതിച്ച് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ടൈം സ്ലൈസിങ്ങും ഇതിൻ്റെ എക്സിക്യൂഷനും നോക്കാം. 5 മില്ലി സെക്കൻഡാണ്. അപ്പോൾ ആദ്യം വന്ന പ്രോസസ്സർ P1 ആണ്. P1 എന്ത് ചെയ്യുന്നു, 5 മില്ലി സെക്കൻഡ് കൊടുക്കുന്നു. P1 ഇനി ബാലൻസ് എത്രയുണ്ട്, 20 ഉണ്ട്. 5 മില്ലി സെക്കൻഡ് കഴിഞ്ഞു, P1 എൻഡിലേക്ക് പോയി. ഇനി അടുത്ത ആൾ ആരെ കയറ്റും, P2. P2 എത്ര മതി, 5 മില്ലി സെക്കൻഡ് കൊടുക്കും, പക്ഷേ 3 കൊണ്ട് അതിൻ്റെ തീർന്നു. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 3 കഴിഞ്ഞ് വിട്ടു കൊടുക്കുമല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞതല്ലേ
5 + 3 8. അപ്പോൾ P2ൻ്റെ ജോബ് കംപ്ലീറ്റ് ചെയ്തു. ഇനി P3 P2 കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ എൻഡ് ഓഫ് ദ ക്യൂവിലേക്ക് പോകേണ്ട ആവശ്യമില്ല. P2 കഴിഞ്ഞ് പോയി. P3 ആണെങ്കിൽ 3 തന്നെ മതി P3ക്ക്. അപ്പോൾ എന്താണ്, 5ൻ്റെ ആവശ്യമില്ല. 5 കൊടുക്കുന്നുണ്ട് എങ്കിലും 3ൽ തീരുമ്പോൾ പിന്നെ അതിനെയും പറഞ്ഞു വിടും. 3 ആകുമ്പോൾ അതിനെ റിലീസ് ചെയ്യും CPU നിന്ന്. ഇനി ബാക്കി ആരോ ഉള്ളൂ, P1 ആണ്. P1 പക്ഷേ ഒറ്റയടിക്ക് 20 millisecond ചെയ്യാൻ പറ്റില്ല. P1 എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, എഗെയിൻ ഒരു 5 വർക്ക് ചെയ്യാം. അപ്പോൾ എന്തോരും 16. ഇപ്പോൾ ഇവിടെ എത്രയാണ് 15. എഗെയിൻ ഒരു 5 വർക്ക് ചെയ്യാം 21. എഗെയിൻ ഒരു 5 വർക്ക് ചെയ്യാം 26. എഗെയിൻ ഒരു 5 വർക്ക് ചെയ്യാം 31. അപ്പോൾ അതാണ് ലോങ്ങസ്റ്റ് ജോബ്. നമ്പർ ഓഫ് ടൈംസ് കറങ്ങേണ്ട വരും ഇതിലൂടെ, എന്തിനാ, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ റൗണ്ട് റോബിൻ സ്കെഡ്യൂളിങ്ങിൽ എങ്ങനെയാണെന്ന് നോക്കി, P1 കയറുന്നു. P1നെ 5 millisecond ആകുമ്പോൾ പ്രിയംപ്റ്റ് ചെയ്തിട്ട് P2നെ കയറ്റുന്നു. P2ന് 5 millisecond കൊടുക്കും, പക്ഷേ P2ന് 3 മതി. അപ്പോൾ P2നെ 3 കഴിയുമ്പോൾ P3നെ കയറ്റും. P3 5 കൊടുക്കും, പക്ഷേ P3ക്കും 3 മതി. സോ P3നെ റിലീസ് ചെയ്യും 3 കഴിയുമ്പോൾ. എന്നിട്ട് P1നെ പിന്നെ റൗണ്ട് ചെയ്താണല്ലോ, വേറെ ആരുമില്ല. അപ്പോൾ P1 കയറുന്നു. P1 പക്ഷേ ഒറ്റ സ്ട്രെച്ചിൽ 20 വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഇത് റൗണ്ട് റോബിനാണ്, ടൈം സ്ലൈസ് ചെയ്താണ്. അപ്പോൾ 11 + 5 16. അപ്പോൾ ആരെങ്കിലും റെഡി ക്യൂവിൽ അന്നേരം വന്നിട്ടുണ്ടെങ്കിൽ അയാളും ആ ഒരു എൻഡ് ഓഫ് ദ ക്യൂവിലേക്ക് വരും. എന്നിട്ട് P1 കഴിഞ്ഞ് അയാളെ എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് P1 ഇങ്ങനെ നമ്പർ ഓഫ് ടൈംസ് 5 millisecond കറങ്ങി എക്സിക്യൂഷൻ നടത്തുന്നു. ഇപ്പോൾ ആവറേജ് വെയിറ്റിംഗ് ടൈം നമ്മൾ നോർമലി കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ P1 = ഇപ്പോൾ അറൈവൽ ടൈം അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ 0 ആണ് അറൈവൽ ടൈം ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ 31 - അതായത് നമ്മൾ ആ ഒരു ഇക്വേഷനാണ് P1ൻ്റെ കേസിൽ എടുക്കുന്നത്. പ്രിയംപ്റ്റ് ചെയ്യുന്നുണ്ട് പല പ്രാവശ്യം. അപ്പോൾ 31 - 0 - 25 എത്രയാണ്, 6. ഓക്കെ, P2ൻ്റെ ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് ടൈം - അറൈവൽ ടൈം 5. P2ൻ്റെ 5 ആണ് സ്റ്റാർട്ടിംഗ് ടൈം. P3യുടെ ആണെങ്കിൽ 8 ആണ് സ്റ്റാർട്ടിംഗ് ടൈം. അപ്പോൾ 8 - 0 8. അങ്ങനെ ദാറ്റ് ഈസ് 6 + 5 + 8 / 3 6.3 millisecond. ഓക്കെ, ഇനി ആവറേജ് ടേൺ അറൗണ്ട് ടൈമാണ് T80 എന്ന് ഇട്ടേക്കുന്നത് P1. അത് ഇതുപോലെ തന്നെ എന്താണ്, ടേൺ അറൗണ്ട് ടൈം കംപ്ലീഷൻ ടൈം - അറൈവൽ ടൈമാണ്. തൊട്ട് മുന്നേ ഞാൻ പ്രയോറിറ്റിയുടെ കേസിൽ ഫോർമുലയൊക്കെ എഴുതിയതാണ്. അപ്പോൾ ടേൺ അറൗണ്ട് ടൈം P1ൻ്റെ കംപ്ലീഷൻ ടൈം 31, അറൈവൽ ടൈം 0 ആണ്. സോ എല്ലാം അതങ്ങ് എടുത്ത് എഴുതിയാൽ മതി. 31. P2ൻ്റെ ആണെങ്കിൽ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് 8 ആണ്. 8 - 0 8. P3യുടെ ആണെങ്കിൽ 11 ആണ്. അപ്പോൾ 11 - 0 11. 31 + 8 + 11 / 3 16.6 milliseconds. ഓക്കെ, ഇനി ഇതിൻ്റെ RR സ്കെഡ്യൂളിങ്ങിൻ്റെ ഒരു മെയിൻ ഫീച്ചേഴ്സ് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. RR സ്കെഡ്യൂളിംഗ് സപ്പോർട്ട് റിക്വയർസ് എ സപ്പോർട്ട് ഓഫ് വെരി ആക്യുറേറ്റ് ആൻഡ് ഡെഡിക്കേറ്റഡ് ടൈമർ. RR സ്കെഡ്യൂളിംഗ് നടത്തണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് നല്ലൊരു ടൈമർ വേണം. ഇങ്ങനെ ടൈം സ്ലൈസ് ചെയ്ത് ടൈമർ അറ്റാച്ച് ചെയ്തിരിക്കണം. ടൈമർ ഇൻ്ററപ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ടൈമറാണ് 5 millisecond ടൈം എക്സ്പയർസ് ആയി. സോ റണ്ണിങ് പ്രോസസ്സിനെ പ്രിയംപ്റ്റ് ചെയ്യണം, എന്നിട്ട് റെഡി ക്യൂവിലുള്ള അടുത്തയാളെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് പറയുന്നത് ടൈമറാണ്. സ്വിച്ചിങ് ദ CPU ടു അനദർ പ്രോസസ്. അപ്പോൾ പിന്നീട് വേണ്ട വേറൊരു കാര്യമാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് കൂടുതലായിട്ട് വേണം. സ്വിച്ചിങ് ദ CPU നമ്മൾ പഠിച്ചാണ്. ടു അനദർ പ്രോസസ് റിക്വയർ സേവിങ് ദ രജിസ്റ്റേഴ്സ് ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ റണ്ണിങ് പ്രോസസ് ആൻഡ് ലോഡിങ് ദ സേവ്ഡ് സ്റ്റേറ്റ് ഫോർ ദ ന്യൂ പ്രോസസ്. ഇതിനെയാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് കൂടുതലായിട്ട് വേണം RR സ്കെഡ്യൂളിങ്ങിൽ. ഓക്കെ, പിന്നെ RR സ്കെഡ്യൂളിങ്ങിൻ്റെ പെർഫോമൻസിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ഓൺ ദ സൈസ് ഓഫ് ദ ടൈം സ്ലൈസ് ആയിരിക്കും. നമ്മൾ ടൈം സ്ലൈസ് നമ്മളല്ല വോയിസ് ടൈം സ്ലൈസ് എങ്ങനെ കൊടുക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും RR സ്കെഡ്യൂളിങ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ജോബുകളുടെ പെർഫോമൻസ്, CPUൻ്റെ പെർഫോമൻസ്. ദ ടൈം സ്ലൈസ് ഈസ് വെരി ലാർജ്, RR അൽഗോരിതം ഈസ് സെയിം ആസ് FCFS അൽഗോരിതം. ആ ടൈം സ്ലൈസ് ഒരുപാട് വലുതായിട്ടുണ്ടെങ്കിൽ FCFS പോലെയാവും. അതായത് ഒരാളുടെ കുത്തകയായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ടൈം സ്ലൈസ് നോക്കി
എപ്പോഴും ഒരു മീഡിയം ടൈം സ്ലൈസ് നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരുപാട് ചെറുതും ആകരുത്, ഒരുപാട് വലുതും. When the time slice is very small, this approach is called process sharing, where it appears through each of the end process on process running at 1/n speed of the real processes. ടൈം സ്ലൈസ് സ്ലോ ആണെങ്കിൽ ഇതിന് ഈ ഒരു അപ്രോച്ചിനെ പറയുന്ന പ്രോസസ് ഷെയറിങ് എന്നാണ്. ടൈം സ്ലൈസ് സ്ലോ ആണെങ്കിൽ, അതായത് ഇറ്റ് അപ്പിയേഴ്സ് ആസ് ദോ ഈച്ച് ഓഫ് ദ എൻ പ്രോസസ്സസ് ഹാസ് ഇറ്റ്സ് ഓൺ പ്രോസസ്സർ റണ്ണിങ് അറ്റ് 1/n സ്പീഡ് ഓഫ് ദ റിയൽ പ്രോസസ്സർ. അതായത് ഓരോ പ്രോസസ്സിനും റൺ ചെയ്യാൻ അവസരം കൊടുക്കുന്നു. When the time slice is very small, 1 millisecond ഒക്കെ ആയിട്ടാണ് ടൈം സ്ലൈസ് ഏറ്റവും ചെറുതാക്കി വയ്ക്കുകയാണെങ്കിൽ, ദിസ് അപ്രോച്ച് ഈസ് കോൾഡ് പ്രോസസ് ഷെയറിങ്. അതായത് പ്രോസസ് ഷെയറിങ് നല്ല തോതിലുണ്ടെന്ന് പറയും. അതായത് പ്രോസസ്സുകൾക്ക് ഇപ്പോൾ 10 പ്രോസസ്സോ 20 പ്രോസസ്സോ ഉണ്ടെങ്കിൽ ടൈം സ്ലൈസ് 1 ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ബെറ്റർ റെസ്പോൺസ് ടൈം കിട്ടുന്നു. എല്ലാവരെയും പ്രോസസ്സറിൽ ഒരു 1/n സ്പീഡിൽ പ്രോസസ്സറിൽ കയറ്റാനുള്ള ഒരു പ്രൊവിഷൻ കിട്ടുന്നു. അതായത് ഓരോ പ്രോസസ്സിനെയും കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകും. അത് എല്ലാവർക്കും അവസരം കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. where it appears as though each of the n processes has its own processor running at 1/n speed. അങ്ങനെ ഏറ്റവും ലോവസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ലോവസ്റ്റ് പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല, കുറച്ച് പ്രാവശ്യം റൗണ്ട് ചെയ്യുമ്പോഴത്തേനും തീർക്കാൻ പറ്റും. പക്ഷേ ലോങ്ങസ്റ്റ് പ്രോസസ്സുകൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് തവണ കയറി ഇറങ്ങേണ്ട വരും, പാസ് ചെയ്യേണ്ട വരും. എനിവേ ഒരു ആവറേജ് ആയിട്ട് പറയുമ്പോൾ 1/n സ്പീഡ് ഓഫ് റിയൽ പ്രോസസ്സറുമായിട്ട് അവർക്കൊരു ഇൻറ്റിമേഷൻ കിട്ടുന്നു. പിന്നെ ഇതിൽ നിങ്ങൾ പോയിൻ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. എപ്പോഴും ഒരു RR അൽഗോരിതത്തിൽ ടൈമറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ടൈം സ്ലൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ പെർഫോമൻസ്. അതുപോലെ കോണ്ടെക്സ്റ്റ് സ്വിച്ചിന് ഓൾസോ എഫക്ട് ദ പെർഫോമൻസ് ഓഫ് ദ RR അൽഗോരിതം. അത് നോട്ട് ചെയ്യണം. അപ്പോൾ സ്മോളർ ദ ടൈം സ്ലൈസും ലാർജർ ഈസ് ദ കോണ്ടെക്സ്റ്റ് സ്വിച്ച് ആൻഡ് സ്ലോയിങ് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോസസ്സ്. അപ്പോൾ ഒരുപാട് സ്മോളർ ടൈം സ്ലൈസ് പ്രിഫർ ചെയ്യുന്നതും അപ്പോൾ കോണ്ടെക്സ്റ്റ് സ്വിച്ച് കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പോൾ പ്രോസസ്സുകളുടെ എക്സിക്യൂഷൻ്റെ ഒരു സമയം വീണ്ടും കുറയും, സ്ലോയിങ് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോസസ്സ്. അപ്പോൾ അതുകൊണ്ട് ഒരു എന്താ പറയുക, വിത്ത് റെസ്പെക്റ്റ് വേണം. ടൈം സ്ലൈസ് മസ്റ്റ് ബി ലാർജ് വിത്ത് റെസ്പെക്ട് ടു ദ കോണ്ടെക്സ്റ്റ് സ്വിച്ച് ടൈം. കോണ്ടെക്സ്റ്റ് സ്വിച്ച് എടുക്കാൻ ഇത്ര സമയം എടുക്കും. അപ്പോൾ പെട്ടെന്ന് കോണ്ടെക്സ്റ്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം സ്ലോ ആവും. അപ്പോൾ അതുകൊണ്ട് ടൈം സ്ലൈസ് ഒരുപാട് ചെറുതാകാനും പറ്റില്ല, ഒരുപാട് വലുതാകാനും പറ്റില്ല. ഒരുപാട് ചെറുതായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളിവിടെ വേറൊരു കാര്യം കൂടി മുൻനിർത്തി കാണണം. പെർഫോമൻസ്, RR അൽഗോരിതത്തിൻ്റെ പെർഫോമൻസ്, കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ഒരുപാട് പ്രാവശ്യം ഒരു പ്രോസസ്സിൽ നിന്ന് അടുത്ത പ്രോസസ്സിലേക്ക് മാറാനെടുക്കുന്ന അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ സേവ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് പറഞ്ഞത്, ടൈം സ്ലൈസ് മസ്റ്റ് ബി ലാർജ് വിത്ത് റെസ്പെക്ട് ടു ദ കോണ്ടെക്സ്റ്റ് സ്വിച്ച് ടൈം എന്നുള്ളത് നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യണം. പിന്നെ ടേൺ അറൗണ്ട് ടൈം ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദ ടൈം സ്ലൈസ്. അപ്പോൾ എല്ലാം ഈ ടൈം സ്ലൈസ് ഡിവൈഡ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്ങിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ടേൺ അറൗണ്ട് ടൈം ആണെങ്കിലും വെയിറ്റിംഗ് ടൈം ആണെങ്കിലും എല്ലാം നമ്മുടെ ടൈം സ്ലൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി അത്രയും മതി. ഇനി അൽഗോരിതത്തിന് അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. RR സ്കെഡ്യൂളിങ്ങിൽ ഇറ്റ് സപ്പോർട്ട്സ് പ്രീഎംറ്റീവ് ആണ്, ഓൾറെഡി പറഞ്ഞു. സോ ദാറ്റ് നോ അതർ പ്രോസസ് വെയിറ്റ്സ് ഫോർ എ ലോങ് ടൈം. പ്രീഎംറ്റീവ് സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ പ്രോസസ്സുകളും ഒരുപാട് തവണ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ടൈം സ്ലൈസ് ചെയ്യുന്നതായതുകൊണ്ട്. ഇനി ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ടൈം ഷെയറിങ് ആൻഡ് മൾട്ടി യൂസർ സിസ്റ്റം. ഓൾറെഡി ഇൻട്രോയിൽ പറഞ്ഞാണ് ബെറ്റർ റെസ്പോൺസ് ടൈം തരുന്ന കാര്യം. അതൊക്കെ തന്നെയാണ് അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് എപ്പോഴും എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ടൈം സ്ലൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ടേൺ അറൗണ്ട് ടൈം ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈം സ്ലൈസ്. ആവറേജ് ടേൺ അറൗണ്ട് ടൈം ഇൻക്രീസസ് ഫോർ എ സ്മോളർ ടൈം ക്വാണ്ടം സിൻസ് മോർ കോണ്ടെക്സ്റ്റ് സ്വിച്ചസ് ആർ റിക്വയർഡ്. അപ്പോൾ എല്ലാം കൂടെ മുൻനിർത്തി കണ്ട ഒരു ടൈം സ്ലൈസ് പ്രിഫർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ടൈം സ്ലൈസ് കുറഞ്ഞാലാണ് ടേൺ അറൗണ്ട് ടൈം കുറയ്ക്കുള്ളൂ. ടേൺ അറൗണ്ട് ടൈം കുറയ്ക്കുന്നത് നോക്കി ടൈം സ്ലൈസ് കുറച്ച് കഴിഞ്ഞാൽ കോണ്ടെക്സ്റ്റ് സ്വിച്ച് കണ്ടമാനം ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യും. ആവറേജ് വെയിറ്റിംഗ് ടൈം ഈസ് മോറാണ്. വെയിറ്റിംഗ് ടൈം
കൂടുതലാണ്. ഇൻ കേസ് ഓഫ് ലോങ്ങസ്റ്റ് ജോബിൻ്റെ കേസിലാണെങ്കിൽ അത് കുറേ സമയം ഇങ്ങനെ കറങ്ങേണ്ടി വരും സർക്കുലർ ക്യൂ കിടന്ന്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു പോരായ്മകൾ കൊണ്ട് തന്നെ പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ഒരുപാട് കാര്യങ്ങൾ മുൻനിർത്തി കാണണം, കോണ്ടാക്ട് സ്വിച്ചിങ് ഒക്കെ വേണം. അതുകൊണ്ട് തന്നെ ഇത് ഇംപ്ലിമെൻറ്റേഷൻ ഡിഫിക്കൽട്ടായിട്ട് പറയുന്നു. ഓക്കെ.